എങ്ങനെയുണ്ടായിരുന്നു ആദ്യത്തെ ദിവസത്തെ ക്ലാസ്? ഐഷുന്റെ മുഖത്തോട്ട് ഒന്ന് നോക്കിയാ മതിട്ടാ, നമുക്ക് മനസ്സിലാവും. ഒന്നും പറയണ്ടാമേ, സ്കൂള് മുഴുവൻ ഇപ്പൊ ഐശുവിനെ അറിയാം. അതെങ്ങനെ? അച്ഛൻ കൊണ്ടാക്കിട്ട് പോയില്ലേ? അപ്പൊ കരഞ്ഞപ്പോ ഞാൻ സമാധാനിപ്പിച്ചിട്ടാണല്ലോ പോയത്. അതച്ഛൻ ശ്രദ്ധിക്കാഞ്ഞിട്ടാണ്. ടീച്ചറിന്റെ കൈ വിട്ടിട്ട് ഇവള് അച്ഛന്റെ ബൈക്കിന്റെ പിറകിൽ ഓടിയെന്നാണ് പറയണത്. അത് ഞാൻ കണ്ടില്ലാലോ. അത് അച്ഛൻ ഇറങ്ങിക്കഴിഞ്ഞപ്പോ അവര് ഗേറ്റ് പൂട്ടിയിട്ടാ. എന്നിട്ടെന്താ, അവിടെ മുഴുവൻ കിടന്ന് ഓടി. പിറകെ ടീച്ചറും പിന്നെ അവസാനം പ്രിൻസിപ്പലും വരെ ഓടി. എന്റെ ഐശുവേ, അപ്പൊ നീ അവിടെ ഒരു ഓട്ട മത്സരം തന്നെ നടത്തിയില്ലേ? ആ അമ്മേ, അവരെ പിള്ളാരെ പിടുത്തക്കാരായിരുന്നു ട്ടാ. എന്നിട്ട് എല്ലാരും കൂടി അവളെ പൊക്കിക്കൊണ്ട് ക്ലാസ്സിൽ പോയെന്ന് പറയണേന്ന്. സീനായിരുന്നമ്മ. ഈശ്വരരെ കേട്ടാ എന്തുട്ടൊക്കെ കേക്കണേ. അല്ല മഞ്ജേ, നീ എങ്ങനെയാ അറിഞ്ഞേ? പ്രിൻസിപ്പല് വന്നിട്ട് ഈ ക്ലാസ്സിലൊരു കുട്ടിയുടെ അനിയത്തിയല്ലേ ഐശ്വര്യാന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ കൈ പൊക്കി. എന്നിട്ട് അവിടെയും ചെന്നപ്പോ ഡാം തുറക്കണ പോലെ ഐശു കരഞ്ഞോണ്ട് നിൽക്കുമായിരുന്നു. അവർക്ക് എങ്ങനെ കരച്ചിലടക്കാമെന്ന് അറിയില്ല, അങ്ങനെ എന്നെ വിളിച്ചതാണ്. അവര് പറയാ വേറൊരു കുട്ടി ഇങ്ങനെ ഇല്ലെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു ഇഷ്ടായില്ലെങ്കിൽ പറഞ്ഞു വിടാൻ. അമ്പടി കേമി. അല്ല, നീ ചെന്ന് ആശ്വസിപ്പിച്ചോ? വൈകിട്ട് ഐസ്ക്രീം വാങ്ങിച്ചു തരാന്ന് പറഞ്ഞപ്പോ കരച്ചില് സ്വിച്ചിട്ട പോലെ നിന്നു. ഒരെണ്ണം കൊണ്ടുവന്ന് കൊടുക്കച്ചാ, കൂട്ടത്തിൽ എനിക്ക് ഒന്ന്. അയ്യടാ, ചുളുവിന് ഐസ്ക്രീം കഴിക്കാൻ ഓരോരോ വിദ്യകൾ നോക്കിയേ. അതും ഈ തണുപ്പത്ത് തന്നെ വേണല്ലേ? എന്നാ പിന്നെ ചോക്ലേറ്റ് ആയാലും മതി അല്ലടി ചേച്ചി? മതി ഐഷു. അയ്യടാ, ഇക്കാര്യത്തിൽ നോക്കിയേ കേട്ടാ, ചേച്ചി അനിയത്തി എന്തൊരുമ. അതെ അതെ, അല്ലെങ്കിൽ രണ്ടും കൂടി വഴക്കിട്ടിട്ട് നമ്മളെ പ്രാന്താ പിടിപ്പിക്കും. സത്യം പറയാലോ രഘുവേട്ടാ, ഈ വെക്കേഷൻ ഇവര് രണ്ടുപേരും കൂടി വീടങ്ങടെ ഇളക്കി മറിക്കാൻ തുടങ്ങിയില്ലേ. അപ്പൊ ഞാൻ ചിന്തിച്ചു ഒന്ന് സ്കൂള് തുറന്നിരുന്നെങ്കിന്ന്. ആഹാ, ആ ആളാണോ ഇന്ന് ഐഷു മഞ്ജും ക്ലാസ്സിൽ പോയപ്പോ ആകെ കൈയൊഴിഞ്ഞ പോലെ എന്ന് പറഞ്ഞ് വിഷമിച്ചിരുന്നത്? അത് പിന്നെ ഞങ്ങൾ അമ്മമാരങ്ങനാണ് കേട്ടാ. കുട്ടികളുടെ കുരുത്തക്കേടൊക്കെ കാണുമ്പോഴേ ഒരു റെസ്റ്റൊക്കെ ആഗ്രഹിക്കും. പക്ഷെ 5 മിനിറ്റ് ഇവരെ കാണാണ്ടിരിക്കുമ്പോ എന്തോ ഒരു അസ്വസ്ഥത അറിയോ? അതൊരു വല്ലാത്ത അസ്വസ്ഥതയാണ് കേട്ടാ. അത് അച്ഛന്മാർക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. സത്യം പറയാലോ രഘുവേട്ടാ, ഇന്ന് എനിക്ക് സങ്കടാ വന്നു. ഓ അതാണല്ലേ, ഞാൻ കുട്ടികളെയും കൊണ്ട് വന്നപ്പോ ഗേറ്റിന്റെ അവിടെ തന്നെ നോക്കിക്കൊണ്ട് നിക്കണ കണ്ടേ. അതെ, അപ്പൊ അമ്മ സമയം നോക്കി ഇരിക്കായിരുന്നു അല്ലേ? അമ്മ വിഷമിക്കണ്ട, വേണമെങ്കിൽ അമ്മയ്ക്ക് കൂട്ട് ഞാനിവിടെ ഇരിക്കാം. അയ്യടാ, ആ സഹായം വേണ്ടാട്ടാ. ആഹാ, കിട്ടിയ തക്കത്തിന് കയറി ഗോളടിക്കാൻ നോക്കിയില്ലേ? ശ്രമിക്കണ്ട ഐശ്വേ, ഞാനും ഇത് പണ്ട് കൊറേ നോക്കിയതാ. ഇവരുടെ അടുത്ത് നടക്കില്ല. കഷ്ടം, പാവം നമ്മളല്ലേ. അതെ അതെ, എല്ലാവരും കുളിച്ചൂലോ അല്ലേ? ഞാൻ പലഹാരം എടുക്കാട്ടാ. ഹായ് പഴംപൊരി. ഞാൻ പറഞ്ഞതേ പലഹാരം പഴംപൊരി എന്നല്ല. കഷ്ടായി. അല്ല, രഘുവേട്ടന് ഒരിക്കലും ഇത് മടുക്കില്ലേ? ഇല്ലെന്നാ തോന്നണേ. എന്താ അമ്മേ ഇന്ന്? തൊടിയില് ചക്ക ഉണ്ടായിരുന്നു, അത് ഞാൻ വെട്ടിക്കൊണ്ടാന്നു. എനിക്ക് ചക്കയുടെ മണം ഇഷ്ടല്ല. ശരിയാ, പഴംപൊരി മതിയായിരുന്നു. ഞാൻ പറഞ്ഞോട്ടെ, പഴുത്ത ചക്കയല്ലാട്ടാ, പച്ചച്ചക്കയാണ്. അത് വെച്ചിട്ട് ചിപ്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നല്ല മൊരയുള്ള ചിപ്സ് ആണ്. ചക്ക ചിപ്സ് ആണെങ്കിൽ എനിക്കും ഇഷ്ടം. പഴുത്ത ചക്കേന്റെ മണം എനിക്ക് ഇഷ്ടമല്ല. എനിക്കിത് രണ്ടും ഇഷ്ടമാണ്. ചക്ക ചിപ്സ് എനിക്കും ഇഷ്ടമാണ്. വല്ലപ്പോഴും വെറൈറ്റി ഒക്കെ ആവാം, ഇല്ലടി കല്ലുവേ. അപ്പൊ കുട്ടിയോളെ, വൈകിട്ട് ബോൺവിറ്റും ചക്ക ചിപ്സും ആണേ. ഇനി സമയം കളയണ്ടാട്ടാ, ചെന്ന് കഴിച്ചോളൂ. അല്ലെങ്കിൽ മഴക്കാലത്തെ തണുത്തുന്നാണെന്നാണ് ആയിപ്പോകും. എന്നാ കുഞ്ഞുമക്കളെ വായോ, നമുക്ക് കഴിക്കാം. എന്റെ സ്കൂളിലെ ആദ്യത്തെ ദിവസത്തെ വിശേഷമൊക്കെ ഇഷ്ടായോ? ഇതൊക്കെ എന്ത്, ഇനി വരാനിരിക്കണേയുള്ളൂ വിശേഷങ്ങളുടെ ഘോഷയാത്ര. അതൊക്കെ കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കാണണേട്ടാ. ബെല്ലമർത്താൻ മടിക്കല്ലേ മക്കളെ. പിന്നെ ലൈക്ക്